Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ബ്രൗണി ടവർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് പ്രേമികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ക്ലാസ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് ആരെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നേരത്തെ നമ്മളൊരു ബ്രൗണി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ന്യൂട്ടല്ല ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂട്ടല്ല എടുത്തിട്ടുണ്ട്, അതുപോലെ ബട്ടർ ഈ ഒരു ബട്ടർ ഫുള്ളായിട്ട്. അപ്പോൾ നേരത്തെ റെസിപ്പിയിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം അതിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ട്, ഇതിൽ ഓയിൽ ചേർക്കണില്ല. ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ഒരു ഫുൾ ബട്ടറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് തന്നെ ഞാനിത് നമ്മൾ കപ്പളവൊന്നുമല്ല എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബട്ടർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് എങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് മെല്ലോ ചോക്ലേറ്റ് വാങ്ങുന്ന ടൈമിൽ ഇങ്ങനെ 3 ബാറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലെ ആ ഒരു ഫസ്റ്റത്തെ ഒരു ബാറിൽ നിന്ന് പകുതി ബാറാണ് എടുക്കുന്നത്. ബാക്കി പകുതി നമ്മൾ ഹാഫ് കപ്പ് ന്യൂട്ടല്ല ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചോക്ലേറ്റും ന്യൂട്ടല്ലയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബട്ടറും അതുപോലെ തന്നെ ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു ചോക്ലേറ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടാ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ബ്രൗണിയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കില്ല കേട്ടോ. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഒന്നല്ല ഇത് കിട്ടൽ. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റാൻഡ് മിക്സറിലേക്ക് 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പിടണം കേട്ടോ, അത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റാൻഡ് മിക്സർ അല്ലെങ്കിൽ നോർമൽ ബീറ്ററിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് പ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് നമ്മളെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ടറും നമ്മളെ ചോക്ലേറ്റും കൂടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയം ബീറ്റർ ലോ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് ഒന്ന് ഫുള്ളായിട്ട് തണുത്തിട്ടില്ലെങ്കിലും ഒന്ന് ചെറുതായിട്ടെങ്കിലും തണുത്തിരിക്കണം കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം. അപ്പോൾ നമ്മൾ നോർമൽ ബ്രൗണിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ നട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിലും ബട്ടറും കൂടി ഹാഫ് കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ബട്ടറും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി നമ്മൾക്ക് ഹാഫ് കപ്പ് ന്യൂട്ടല്ലയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യം 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അതേ 1/4 കപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഹാഫ് കപ്പാണ് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. അതും കുറേശ്ശായിട്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബാക്കി 1/4 കപ്പും കൂടി, അങ്ങനെ 1/2 കപ്പ് ന്യൂട്ടല്ലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ ചെയ്യണ പോലെ ബീറ്ററിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോർമൽ സ്പാച്ചില വെച്ചും കൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിട്ടോ. ഞാനിപ്പം ഈ ഒരു ബീറ്റർ ഓഫ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 സ്പീഡിലാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് അത് പുറത്തേക്ക് എടുക്കാം. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് കേട്ടോ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ബാറ്റർ നമ്മളെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ള തിക്ക് ബാറ്റർ ആയിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇനി അത് ലൂസാക്കാൻ വേണ്ടി പാലോ വെള്ളമോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ്, കട്ടിക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഓവണിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പം 180 ഡിഗ്രിയിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ ചൊക്കി ചുളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിട്ടെന്ന്. ഇതാണ് ഈ ഒരു ബ്രൗണിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇനി അതേസമയം ഞാൻ ഒരു 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഞാൻ ന്യൂട്രല്ല ഫില്ലിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു ന്യൂട്രല്ല ബ്രൗണി നമുക്ക് അതേപടി കഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലാണ് ഈ ഒരു ടവർ ആക്കിയിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ് കേട്ടോ. 1 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ആദ്യം അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ട്രിപ്പ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. എന്നിട്ട് ബാക്കി മുകളിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്രൗണി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര കണ്ട് ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല. പിന്നെ ഈ ഒരു കേക്ക് സ്റ്റാറ്റസ് വെച്ച ടൈമിൽ ഒരുപാട് പേര് ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ റൈറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ള റൈറ്റ് എന്ന് പറയുമ്പം ഈ ഒരു താഴത്തത് 1 കിലോൻ്റെ ട്രഫിൾ കേക്ക് ഉണ്ട്. ട്രഫിൾ കേക്ക് എന്ന് പറയുമ്പോൾ ന്യൂട്രല്ലയാണ് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ന്യൂട്രല്ല ബ്രൗണി കേക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് വാങ്ങുന്ന ബാക്കി ഐറ്റംസ് അതിൻ്റെയും കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് കിട്ടും. അതുപോലെ പാക്കിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാക്കിങ് എങ്ങനെയാണെന്നുള്ളത്. പാക്കിങ്ങിനാണെങ്കിൽ നമ്മൾ 2 ടയർ കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ടാണ് ഞാനിത് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഇപ്പോൾ 1.5 kg ആ ഒരു ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെയിം 2 ടയർ ബോക്സ് വാങ്ങിയിട്ട് അതിലാണ് നമ്മളിത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് 2 ബോക്സ് വെച്ചിട്ട് വീട് പോലെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ബോക്സ് ഇറക്കി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ. നമ്മൾ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്കതൊക്കെ വ്യത്യസ്തമാക്കി കൊടുക്കാൻ പറ്റും. ഇനിതാ ഞാൻ ഇത് വെച്ചിട്ട് പാലറ്റ് നൈഫ് ഡിസൈൻ ആട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഡിസൈൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വല്ലാതെ വൃത്തിക്കൊന്നും ഞാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടവർ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണുള്ളൂ. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഞാൻ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രൗണി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രൗണി നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ടവർ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് എല്ലാം ഒരേ ലെവലിലുള്ള രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 5 ഇങ്ങനെ നേരെയുള്ള ലൈനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് 20 പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചെറുതാക്കുന്നതിനനുസരിച്ചിട്ട് അത്രയും പീസ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇത് 20 പീസായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണിത്. ഇതാരെങ്കിലും കഴിക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ച്യൂവി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഒത്തിരി ഹൈറ്റിലൊന്നും കിട്ടുമൊന്നുമില്ല. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കിയ അതേ ടിന്നുമേൽ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെ ടവർ സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഇത് കേക്കിൽ വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ തന്നെ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനാവും ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനേക്കാളും വലുതാക്കിയിട്ടാണ് കേട്ടോ, ഒരു 5 ലൈന് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കേക്കിൽ വെക്കുന്ന ടൈമിൽ വീഴുന്നുണ്ടെങ്കിൽ ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ന്യൂട്ടെല്ല എടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് വെച്ചിട്ട് ഞാനിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി, പിന്നെ ഞാൻ ഫെറർ റോഷർ, കുറച്ച് ഐറ്റംസ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ ഷോർട്ട്സ്, അതുപോലെ തന്നെ സ്നിക്കേഴ്സ്, അങ്ങനെ കുറച്ച് സെലക്ട് ആയിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ്, അതുപോലെ സ്ട്രോബെറി, ഇതിൻ്റെയൊക്കെ റൈറ്റ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ റൈറ്റ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ സ്ട്രോബെറിയൊക്കെ നമുക്ക് ഒരു ബോക്സ് ആയിട്ട് കിട്ടുമല്ലോ, അത് വാങ്ങിയതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ യൂസ് ചെയ്യണത്. ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെറി വെച്ച് കൊടുക്കാം. അതിന് പകരം ആ ചോക്ലേറ്റിലൊക്കെ കേക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഇരിക്കും, പക്ഷേ മുകളിൽ വെച്ചാൽ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. അവിടെയും നമ്മൾക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫെറർ റോഷറൊക്കെ ഇതുപോലെ ഉരുണ്ട് വീഴും. അപ്പോൾ കണ്ടോ, ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രോബെറി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില ഭാഗത്തൊക്കെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേട്ടോ വെച്ച് കൊടുത്തുള്ളത്. ഡയറക്റ്റ് അങ്ങനെ വലിയ പീസൊക്കെ ഉള്ളത് ചെറുതാക്കിയിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ 2 കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബർത്ത്ഡേ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്പർ 2 എന്നുള്ള ക്യാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലാണ് ഞാൻ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് പേര് എഴുതി കൊടുത്തുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വാലന്റൈൻസ് സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ റിച്ച് ആയിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തോളൂ കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.